ഇതൊരു ഡ്രസ്സിന്റെ കയ്യില് വേഗമാവട്ടെ. ഒന്ന് മാറി നിൽക്കൂ, ഞാൻ വേഗം ഒരുങ്ങിക്കോളാം. ഞാൻ കണ്ടിട്ടില്ലാത്ത നിന്റെ ശരീരത്തിൽ പുതിയ സംഭവങ്ങളല്ലോ ഉണ്ട്. സ്റ്റൈലായിരിക്കും ഈ ബ്ലൗസ്, ഇത് തന്നെ മതി. പിന്നെ സാരി ശകലം ഇറക്കി കൊടുക്കണം, അന്യമയെ കൊടുക്കും പോലെ. എന്റെ ഭാര്യയ്ക്ക് പരിഷ്കാരമില്ല എന്ന് ആരും പറയാൻ പാടില്ല, മനസ്സിലായോ? ഈ ബ്ലൗസ് ഇട്ടപ്പോ തന്നെ എനിക്ക് നാണം തോന്നുന്നു. നീ ഞാൻ പറഞ്ഞ ഒന്ന് ഡ്രസ് ചെയ്യും, അപ്പൊ കാണാം നിന്റെ സൗന്ദര്യത്തിന്റെ മാറ്റം. മുരളി വന്നെന്ന് തോന്നുന്നു, ഒന്ന് വേഗം ഡ്രസ് ചെയ്തു എന്റെ പൊന്നെ. താങ്ക് യു. ലക്ഷ്മി ഡ്രസ് ചെയ്യാൻ ഉടനെ വരും. ആ ഏർക്കയിലൊക്കെ ഒന്ന് മാറ്റണം സതീഷ്. എനിക്കും ഇങ്ങനെ നാടൻപെണ്ണുങ്ങളെ പോലെ നടന്നാലോ? കറക്റ്റ്. ഏറ്റവും നല്ലത് മിസിസ് സതീഷിന്റെ മുടി വെട്ടിക്കളഞ്ഞ് ബോബ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇപ്പൊ തലമുടി ക്രോപ്പ് ചെയ്യാൻ ചെന്നാലേ അവൾ എന്നെ വെട്ടിക്കളഞ്ഞിട്ട് നാട്ടിൻപുറത്തേക്കുള്ളൂ. സ്ത്രീകൾക്ക് പരിഷ്കാര ബോധം വേണമെങ്കിൽ ചുരുങ്ങിയത് 3-4 ബോയ് ഫ്രണ്ട്സിന് കൂടെയെങ്കിലും പെരുമാറിയിരിക്കണം. നിന്നെ നോക്കൂ, ഇവർക്ക് 15ാമത്തെ വയസ്സ് മുതൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് 13ാമത്തെ വയസ്സ് മുതൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അല്ല, അതിന് ഗുണം കാണാനുണ്ട്. ലക്ഷ്മി നീ വന്നില്ലേ? ഉടനെ വരും. ഞാൻ ബ്ലൗസ് ഇതെല്ലാം ഇട്ടോളാം. ഇത് ബോംബെയാണ്. മുണ്ടും മറ്റു കൊടുത്തിട്ട് എന്റെ കൂടെ വേണ്ട. ഞാൻ പറഞ്ഞതനുസരിച്ച് ഡ്രസ് ചെയ്തില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. वसुमती ऋतुमती ഇനിയുണരൂ ഇവിടെ വരൂ ഈ ഇന്ദു പുഷ്പഹാരമണിയൂ മധുമതി വസുമതി ഋതുമതി ഇവിടെ വരൂ ഇന്ദു പുഷ്പഹാരമണിയൂ മധുമതി. എന്റെ ഗന്ധർവൻ. ഗന്ധർവനോ? ഞാനോ? നീ ഉടുത്തൊരുങ്ങിയപ്പോ കാണാൻ എന്ത് രസമായിരിക്കുന്നറിയാമോ? എനിക്ക് മാപ്പ് തരണം. ഇനി എന്നും അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് ഉടുത്തൊരുങ്ങും. നീ ഒരു ദേവതയാണ് ലക്ഷ്മി. നമുക്ക് അകത്ത് പോകാം. ലക്ഷ്മി, നീ എന്നെ തോൽപ്പിച്ചു.
എങ്ങനെ? നിനക്കിഷ്ടമുള്ള വേഷം ധരിച്ച് നീ നിന്നപ്പോൾ ഞാൻ പിണങ്ങിപ്പോയി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഞാൻ ആശിച്ച വേഷം ധരിച്ച് നീ നിൽക്കുന്നു. എന്റെ ഭർത്താവിന്റെ ആനന്ദമാണ് എന്റെ സുഖം. I love you. ലവ് ചെയ്യണം, മെച്ചോറിറ്റി ആയിട്ട് ലവ് ചെയ്യണം. നമ്മുടെ സാറും വൈഫും കൂടെ ലവ് ചെയ്തതുപോലെ അവരുടെ ലവ് കണ്ടേജിക്കല്ലേ? കണ്ടേജി എന്ന് വെച്ചാൽ പടർന്ന് പിടിക്കുന്ന സ്നേഹം, ഭയങ്കരമായ ലവ്. അതുകൊണ്ടല്ലേ മിസ് ലില്ലി 8ാം മാസത്തിൽ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ആശുപത്രിയിൽ കൊണ്ടുപോയത് അത് 10ാം മാസത്തിൽ പോലെ. 8ാം മാസത്തിൽ ചെക്കപ്പം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് കിടന്നാൽ ആളുകൾ എന്തു പറയും? പ്രസവിച്ചോ? കുട്ടി ജീവനോടിരിക്കുന്നു. കുട്ടിക്ക് പൂർണ്ണ വളർച്ചയില്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വയ്ക്കണ്ടേ? പൂർണ്ണ വളർച്ച ഉണ്ടെന്നോ? ജോസ്, ടാക്സി കൊണ്ടുവാ. റെസ്റ്റ് എടുക്കണം. ഹസ്ബൻഡിനോട് വിവരം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. കുട്ടിക്ക് നല്ല വളർച്ചയുണ്ടോ? നല്ല കുഞ്ഞ്. നിറം എന്താണ്? നല്ല നിറം. സ്വർണ്ണ നിറമാണോ? സ്വർണ്ണ നിറമൊന്നുമല്ല, എങ്കിലും സ്വല്പം ഇരുണ്ടതാണ്. ഇപ്പം കാണിക്കാം.